പുറ്റടി അമ്പലമേട് അംഗൻവാടിയിൽ പ്രവേശനോത്സവവും 17 വർഷത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന ടീച്ചർക്ക് യാത്രയയപ്പും നൽകി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ബാലസിംഗ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുറ്റടി അമ്പലമേട്ടിലുള്ള 57-ാം നമ്പർ അംഗൻവാടി ആരംഭിച്ച കാലം മുതൽ കുട്ടികളുടെ പ്രിയപ്പെട്ട സുപ്രഭ ടീച്ചറാണ് ഇവിടുത്തെ വർക്കർ. നൂറുകണക്കിന് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ച ടീച്ചർക്ക് ഉചിതമായ യാത്രയയപ്പ് നൽകാൻ പ്രദേശത്തെ ആളുകൾ ഒന്നായി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനോത്സവത്തോടൊപ്പം യാത്രയയപ്പ് യോഗവും സംഘടിപ്പിച്ചത്. യാത്രയയപ്പ് നൽകുന്നതിനായി പ്രത്യേക കൂട്ടായ്മ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. വാർഡ് അംഗവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സൂസൻ ജേക്കബിന്റെയും പഞ്ചായത്ത് അംഗം ടോണി മാക്കോറയുടെയും നേതൃത്വത്തിലാണ് യാത്രയയപ്പ് യോഗം വിപുലമായി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ബാലസിംഗ് നിർവഹിച്ചു. ഇവിടെ ഒരു ടീച്ചർ 18 വർഷമായി ഇവിടെ ജോലി ചെയ്തിരിക്കുന്നു. മാക്സിമം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ 4-5 വർഷങ്ങളെ കാണാറേ ഉള്ളൂ. അതിലും ഈ ടീച്ചർ ഇവിടെ വന്നപ്പം പറഞ്ഞു ഞങ്ങളോട്, പക്ഷെ ഇവിടെ നിന്ന് പോകണ്ടായിരുന്നു കേട്ടോ, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഇപ്പൊ ഞാനും പറഞ്ഞു ടീച്ചർ ഇവിടെ തന്നെ മതിയാകില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ അമ്പിളി രാജൻ, മർത്തോമ ചർച്ച് വികാരി ഫാദർ ബിനു, വിവിധ സാമുദായിക സംഘടനാ നേതാക്കളായ ശൈലേന്ദ്രൻ, വിഷ്ണു ശശിധരൻ, ICDS സൂപ്പർവൈസർ ബിന്ദു, സുപ്രഭ ടീച്ചർ എന്നിവർ സംസാരിച്ചു. നിങ്ങൾ വന്ന് എല്ലാം എന്റെ മനസ്സിലുണ്ട്, എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ട്, എല്ലാവരും നല്ല മനുഷ്യനാകും, അത്രേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ കുട്ടികൾ വലിയ ഉയർന്ന ഡോക്ടറാണെന്ന് അതൊന്നും ഞാൻ പറയില്ല. എല്ലാവരും സ്നേഹമുള്ള മക്കളായി തീർച്ചയായിട്ടും ഇവിടെ ഉള്ളവർ വളരും. അതുപോലെ ഇവിടുത്തെ മാതാപിതാക്കളും എല്ലാവർക്കും നല്ലത് മാത്രമേ വരുള്ളൂ. അത് ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഞാൻ ഇതിൽ കൂടിയാണ് 18 വർഷം ജീവിച്ചത്. യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച കമ്മിറ്റി അംഗങ്ങളായ മൂബിയ ഇബ്രഹാം, മഹേഷ് KK, വിഷ്ണു വൈശാഖ്, അജിത്, സജൻ, സുമേഷ്, പ്രസന്ന, അമ്പിളി, അനിൽകുമാർ, സജിത്ത്, ശരണ്യ, ശശികല എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അംഗനവാടിയിൽ നിന്നും പോകുന്ന കുട്ടികൾക്കും പുതിയതായി എത്തിയ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, അണക്കര.